ആയിരം ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കും. മുരളീധരൻ പറഞ്ഞത് തിരിച്ചു പോകരുത്. മുരളിയേട്ടന്റെ സ്നേഹപൂർവ്വമുള്ള ഉപദേശം തീർച്ചയായിട്ടും സ്വീകരിക്കും. അദ്ദേഹം വലിയ നേതാവാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ എല്ലാ ആദരവും അദ്ദേഹത്തോടുണ്ട്. പരിഹാസമായിട്ടോ വിമർശനമായിട്ടോ അതിനെ കണക്കാക്കുന്നില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ തന്നെ കാണും. അത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം. രാഹുലിന്റെ ഭൂരിപക്ഷം ഇപ്പൊ പറയാൻ പറ്റുമോ? രാഹുലിന്റെ ഭൂരിപക്ഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും. ചരിത്രത്തിലെ, പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. സന്ദീപ് അധികാരത്തിന്റെ പുറകെ പോയതല്ല. ഒരു അധികാരമില്ലാത്ത സമയത്ത് സന്ദീപ് അത് നിലപാടിന്റെ ഭാഗമായിട്ട് സന്ദീപ് വന്നേക്കണേ. അതല്ല ഈ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചത്. കേരളത്തിലെ UDF യുവജനങ്ങൾ എല്ലാവരും ഏറ്റെടുത്തേക്കാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം, വലിയ സന്തോഷം. രാഹുൽ എതിർവശത്ത് നമുക്ക് കാണാൻ കഴിയും. രാഹുലിന്റെ അങ്ങനെ സന്ദീപ് വാര്യർജി ഇനി മുതൽ കോൺഗ്രസിലേക്ക്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരുടെ അതല്ലെങ്കിൽ അതിലൂടെ ജയ് വിളിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിലുപരി നേതാക്കന്മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലെ മുതൽ രാഹുൽ ഗാന്ധിയെ തെറി വിളിച്ചവൻ നാളെ മുതൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് ചോദിക്കണം, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രസംഗിക്കണം, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സുഖിപ്പിക്കാൻ വേണ്ടി നടക്കണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. CPIMനെ തെറി വിളിച്ചവൻ ഇന്ന് CPIMലാണ്. അതേപോലെ തന്നെ BJPക്ക് വേണ്ടി ജയ് വിളിച്ചവൻ ഇന്ന് കോൺഗ്രസ്സിലാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും പലപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിലുമുപരി തൻ്റെ ജീവിതത്തിൽ താൻ ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതം തന്നെ ഹോമിച്ച് ഒരുപാട് തെറിവിളികളും മറ്റും തൻ്റെ പാർട്ടിക്ക് വേണ്ടി കേൾക്കുകയും കൊള്ളുകയും ചെയ്തിട്ടും വീണ്ടും ആ പാർട്ടിയിൽ നിന്നും തനിച്ചാക്കപ്പെടുകയും തൻ്റെ വാക്കിന് ആ പാർട്ടി ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നറിയുമ്പോൾ ഏതൊരു മനുഷ്യനെയും ഇതുപോലെ പ്രതികരിക്കും. അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലൂടെ ചുവടുവെപ്പ് നടത്താൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തു തന്നെയായാലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെ ആയിരുന്നു സന്ദീപ് വാര്യർ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അണികൾ ഇഷ്ടപ്പെട്ടിരുന്ന അതല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അണികൾക്ക് അത് വേദനയുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുവർണ അവസരമാണ് വന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ BJPക്ക് സ്വപ്നം മാത്രമായിരുന്ന MLA എന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് ഇനി കോൺഗ്രസിലൂടെ നിന്ന് എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചേക്കാം. അതായത് ഇദ്ദേഹത്തെ തെറി വിളിച്ച് നടന്നവർ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ ദിവസവും തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ആ പാർട്ടിയിലുള്ള നേതാവ് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർക്കേറുക, അവരെ തെറി വിളിക്കുക, ഇതുവരെ ആരെയാണോ താൻ തെറി വിളിച്ചിരുന്നത് അവരെ നമസ്കരിക്കുക, അവർക്ക് വേണ്ടി പ്രസംഗിക്കുക, അവരെ സുഖിപ്പിക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും കർണാടക പോലുള്ള സ്റ്റേറ്റിൽ നമ്മൾ എപ്പോഴും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലും പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും പലപ്പോഴും കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റിലേക്കും അതല്ലെങ്കിൽ മാർക്സിസ്റ്റിൽ നിന്നും കോൺഗ്രസിലേക്കും ആയിരുന്നു പല ആളുകളും ചാഞ്ചാടിയിരുന്നതെങ്കിൽ ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതായത് എല്ലാവരും ചേക്കേറി പോകുന്നു എന്ന് പറയുന്ന BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ശക്തനായ ഒരു നേതാവ് എത്തിയിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന് അഭിമാനകരമായ നിമിഷം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ CPM അടക്കം ഈ മനുഷ്യന് വേണ്ടി വല വിരിച്ചെങ്കിലും അവസാനം ഇദ്ദേഹം ചെന്നുപെട്ടത് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്കും. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ അടക്കം ജനപിന്തുണ കുറഞ്ഞ നേതാക്കളായി അറിയപ്പെടുന്ന അതല്ലെങ്കിൽ ആളുകളാൽ ഒരുപാട് അപമാനിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് പാർട്ടിക്ക് തന്നെ ദോഷമുണ്ടാക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരാളാണ് അതിൽ നിന്നും പോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ക്ഷീണമുണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ അതുപോലെ അല്ല സന്ദീപ് വാര്യർ. ഒരുപക്ഷെ പാർട്ടിക്കും അതേപോലെ തന്നെ സംഘടനയായ RSSനും ഒരുപാട് ആവശ്യമുള്ള ജനങ്ങളുമായി ഒരുപാട് ആത്മബന്ധമുള്ള ഒരു നേതാവ് മറ്റൊരു കൂടാരത്തിലേക്ക് ചേക്കേറി പോയത് തീർച്ചയായിട്ടും BJPക്ക് നല്ലൊരു ക്ഷീണം തന്നെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തു തന്നെയായാലും വരും നാളുകളിൽ നിർണായകമായി ഈ സമയത്ത് BJPയിൽ നിന്നുള്ള പടിയിറക്കം BJPയെ ബാധിക്കുമോ, കോൺഗ്രസിന് അത് ഗുണമാകുമോ എന്ന് നമുക്ക് ഭാവിയിൽ കണ്ടു തന്നെ അറിയാം.